നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം? അല്ല, തെരഞ്ഞെടുപ്പ് ചിത്രമായനില്ല. ഇപ്പം നമ്മുടെ പാർട്ടി ഇന്നലെ തീരുമാനിച്ച് ഞാനിവിടെ മത്സരിക്കണമെന്ന്. അപ്പൊ ഇപ്പൊ മത്സര രംഗത്ത് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ മത്സരം ഒരു കടുത്ത മത്സരമായിരിക്കും എനിക്കറിയാം. പക്ഷെ നമ്മളെ നാട്ടിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ്. ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടത്തിലാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനം ഒരു ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങളെ കൂടെ നിൽക്കുന്ന സംസ്കാരമാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി ഇപ്പോൾ അപകടകരമായ സ്ഥിതിയിൽ നീങ്ങുമ്പോൾ ഇവിടെ മതനിരപേക്ഷത ഈ നാട്ടിൽ യാഥാർത്ഥ്യമായൊരു സംസ്ഥാനമാണിത്. ആ യാഥാർത്ഥ്യമായൊരു സംസ്ഥാനത്തിലെ ജനങ്ങൾ ഇപ്പം കാണുന്ന ഇന്ത്യയുടെ പല ഭാഗത്തും കാണുന്ന ഇതുപോലുള്ള അവസ്ഥകൾ അവരെ ദുഃഖിതരാക്കുന്നുണ്ട്. അതിന് കാരണക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ. ആ ഭരണാധികാരികൾക്കെതിരായ പോരാട്ടത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ഒരു ഭാഗമാണ് BJPക്കെതിരായ സമീപനം. രാജ്യത്തെ BJP അധികാരത്തിൽ നിലനിന്നുകൂടാ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ കേരളക്കാർ നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലടിപ്പാടുകൾ ഈ നാട്ടിന്റെ പ്രത്യേകതയാണ്. ഇവിടെയാണ് എല്ലാ സമരഭൂമിയും. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബടാനന്ദ സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കേൽ യോഹന്നാൻ, നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള മഹാരഥന്മാരുടെ എല്ലാം നാട് ഇവിടെയാണ്. അവരെ പോരാട്ടത്തിന്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ നമ്മൾ മനുഷ്യരായി ഒരുമിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന നാടാ കാണുന്ന അവിടെയുള്ള സംഭവങ്ങളെല്ലാം അത് നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. അതിലുള്ള പ്രതിഷേധം വേണം. ആ പ്രതിഷേധത്തിൽ നമ്മൾ കേരളം തീരുമാനിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം വിജയിപ്പിക്കണമെന്ന് കേരളത്തിന്റെ മനസ്സ് പറയും. അങ്ങനെ വിജയിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമാണ് നമ്മുടെ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ആളുകൾ ചോദിക്കും, കോൺഗ്രസ് അല്ലേ ബദലായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ കോൺഗ്രസിനെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? ചാഞ്ചാട്ടക്കാരുടെ മനോഭാവമായി നിൽക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? അതുകൊണ്ട് കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്താത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയാം. ഞങ്ങൾ പാർലമെന്റിലുള്ളപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അല്ല, അത് ശരിയാണ്, അത് നമ്മൾ ഉറപ്പൊക്കെ ശരിയാ. ഇവിടത്തെ കാര്യം ഞാൻ പറയാം. കേരളത്തിന്റെ ഭാഗമാണല്ലോ നമ്മളെല്ലാം. കേരളത്തിൽ നേരത്തെ 19 MP ഇവിടുന്ന് ഇടതുപക്ഷമുണ്ടായിരുന്നു. കോൺഗ്രസിന് MP ഇല്ലായിരുന്നു പാർലമെന്റിൽ. ആ 19 പേര് പാർലമെന്റിൽ ഉള്ളപ്പോഴാണ് നിർഭാഗ്യകരമായി റെയിൽവേയുടെ വിഭജനം നടന്നു. പാലക്കാടിന്റെ ഭാഗം കൊണ്ടുപോയി സേലം റെയിൽവേ ആക്കി. ആ സേലം ഡിവിഷൻ വന്നപ്പോൾ നമ്മൾ സമരം ചെയ്തു പാർലമെന്റിനകത്ത്. അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സാക്ഷാൽ മൻമോഹൻ സിംഗ്. അന്ന് അവിടെ വെച്ച് രാഹുൽ ഗാന്ധിന്റെ അമ്മ സോണിയാഗാന്ധി അവരവിടെ വെച്ച് ഉണ്ടാക്കിയ ഒരു വാഗ്ദാനമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് കേരളത്തിന് അതിന് പകരമായി കേരളത്തിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാം. എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒന്ന് കോച്ച് ഫാക്ടറി തരാം, ഒന്ന് വാഗൺ ഫാക്ടറി തരാം. എത്ര വർഷമായി? 2007 2007 കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എത്രയാ? 2024. ഇതുവരെ ആ തീരുമാനം നടപ്പിലാക്കിയോ? ഇല്ല. എന്താ കോൺഗ്രസ്സുകാരും ഉണ്ടാത്തത്? കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം ചെയ്യാത്ത ആളുകളാണ്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിന് വേണ്ടി അവർ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്തൊരു പാർട്ടിയാണെന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കൂടി, പ്രധാനമന്ത്രി എത്തുകയാണല്ലോ. ഈ BJPന്റെ ഒരു സമ്മേളനം ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ചോദിക്കുകയാണ്. ഈ BJP ആയിരിക്കുമോ കോൺഗ്രസ് ആയിരിക്കുമോ LDFന്റെ പ്രധാന എതിരാളി? കോൺഗ്രസ് തന്നെ, അതിനൊന്നും സംശയമില്ല. BJP കാലാകാലങ്ങളിൽ പലപ്പോഴും മാറി BJP ചിലപ്പോൾ കയറി വന്നിട്ടുണ്ട്. BJP ഒരിക്കൽ 2,18,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അടുത്ത തവണ ഞാൻ മത്സരിക്കുന്ന അവസരത്തിൽ BJP 36,000 വോട്ടാ. അതുകൊണ്ട് വോട്ടിന്റെ കാര്യത്തിൽ അതെയാ, വോട്ടിന്റെ കാര്യത്തില് അങ്ങനെ BJP അതാണ് സ്ഥിതി. അതുകൊണ്ട് ആ വോട്ട് സ്ഥായിയായ വോട്ടായിട്ട് BJPക്കാരെ കണക്കാക്കും വേണ്ട, അത് സ്ഥായിയല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഓക്കെ, ഇന്ന് പ്രധാനമന്ത്രി വരവൊക്കെ ഒരു തരത്തിലും ഈ മണ്ഡലത്തെ ഇളക്കി മറിക്കാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. അത് കുറച്ചൊക്കെ ഉണ്ടാക്കുമായിരിക്കും. ഒന്നാമത് കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി വരികയല്ലേ. നമ്മുടെ നാട്ടില് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ആകാംക്ഷ ഉണ്ടാവും ആളുകൾക്ക്. അതിനൊന്നും പ്രശ്നമില്ല, അതിനപ്പുറമൊന്നുമില്ല. കാരണം പ്രധാനമന്ത്രി വന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് ചിരിച്ച് കാര്യം പറയുന്നല്ലാതെ പറയുന്ന കാര്യം ഒന്നും നടപ്പിലാക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടില്ല. ഇവിടെ പ്രളയം വന്നപ്പോ വന്നല്ലോ,
എല്ലാ സഹായവും ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇവിടെ അരുതന്നതിന് പൈസയുമായിട്ട് പോയി. അതാണ് കേന്ദ്ര ഗവൺമെന്റ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഒരുപാട് വാഗ്ദാനം പറയായിരിക്കും. ആ വാഗ്ദാനമൊക്കെ ജനങ്ങൾ കേൾക്കും. ജനങ്ങൾക്കറിയാം ഒന്നും നടപ്പിലാകാത്ത വാഗ്ദാനങ്ങളാ, എല്ലാം പൊയ്വാക്കുകയാണെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, അതായത് ഈ മണ്ഡലം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം എന്താണ്? നിലവിലത്തെ ഒരു വികസനം അത്ര പിന്നെ തീർച്ചയായിട്ടും കേരളത്തിന്റെ തലസ്ഥാനമാണ്. തലസ്ഥാനത്തെ വികസനം വളരെ പ്രധാനമാണ്. തലസ്ഥാനത്ത് നമ്മൾ വലിയ പോരാട്ടം നടത്തിയ ഒരു നാടാണ് ഈ നാട്. നമുക്കൊരു ഹൈക്കോടതി ബെഞ്ച്, ആ ബെഞ്ച് ഇതുവരെ സ്വത്വത്തിൽ മാത്രമാണ്. ഒരുപാട് സമരം നടത്തിയതാണ്. പാർലമെന്റിൽ വെച്ച് നമ്മൾ ഒരുപാട് തവണ പോരാടിയതാണ്. ഇവിടെ പോരാട്ടം നടത്തിയാണ്. ഇതുവരെ ഈ പറഞ്ഞ ആളുകൾ ആരും അധികാരത്തിൽ വന്നപ്പോ ചെയ്തില്ലെന്നുള്ള സത്യം ഇപ്പൊ നിൽക്കുകയാണ്. ഭരദ്വാജ് എന്ന് പറയുന്ന കേന്ദ്ര നിയമമന്ത്രി, ഞാൻ അവിടെ പാർലമെന്റിലുള്ളപ്പോൾ അന്ന് അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇവിടുത്തെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ നമുക്ക് നടപ്പിലാക്കാം. ഗവൺമെന്റ് ആ തീരുമാനമെടുക്കണ്ടേ? ആരാ ഗവൺമെന്റ് തീരുമാനം എടുക്കണ്ടേ? അന്നെല്ലാ പ്രമാണിമാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ ദുഃഖം അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം. അതിന് നമുക്ക് ആലോചിക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അത് രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ട് ആ ശുഭപ്രതീക്ഷ. ഒരുപാട് സന്തോഷം. വലിയൊരു ജയം തന്നെ ആശംസിക്കുന്നു.